നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ഗവൺമെന്റ് HSS ആൻഡ് VHS സ്കൂളിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ വിദ്യായനം 2024 പഠനോത്സവം പരിപാടി നടത്തുകയുണ്ടായി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ സിലബസിന് അകത്തും പുറത്തു നിന്നും പരീക്ഷിച്ചും നിരീക്ഷിച്ചും പഠിച്ചും പ്രയോഗിച്ചും നേടിയതും അറിഞ്ഞതുമായ വിവരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പരിപാടിയാണ് വിദ്യായനം 2024 പഠനോത്സവം. ഇതോടൊപ്പം 2023-24 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്യുന്നു. കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയും PTA പ്രസിഡന്റ് B വേണുഗോപാൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പ്രതിഭകളെ അനുമോദിക്കൽ കൊട്ടാരക്കര നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണ മേനോൻ നിർവഹിച്ചു. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്ത് നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരാക്കത്തിലുള്ള പാരമ്പര്യമുള്ള വിദ്യാലയമാണ് നമ്മുടെ. എല്ലാ വർഷവും SSLC തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും വിജയ ശതമാനത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ. ഈ സ്കൂളിലെ വിദ്യാഭ്യാസം എന്നും ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഓരോ ക്ലാസ്സിലും കുട്ടി നേടുന്ന പഠന നേട്ടങ്ങൾ അത് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അക്കാദമികേതരവുമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയും തന്റെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായുള്ള ശ്രമത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഉദ്യമം ലക്ഷ്യം പൂർണ്ണമാകുന്നത്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും പ്രധാനപ്പെട്ട കാരണം ആ കുടുംബത്തിന്റെ ഐക്യമാണ്. അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും സഹോദരങ്ങളും ഒക്കെ അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഐക്യമാണ് ആ കുടുംബത്തിന്റെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട കാരണം. ആ തീരുതൽ എല്ലായിടത്തും ബാധകമാണ്. കുടുംബം ചേരുന്ന സമൂഹത്തിനും സമൂഹം ഉൾപ്പെടുന്ന സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനുമെല്ലാം ഐക്യം ഒരു പ്രധാനപ്പെട്ട കാരണമായി നാം കാണേണ്ടതുണ്ട്. അധ്യാപകർ നിശ്ചയമായും കുട്ടികൾക്ക് മാത്രമല്ല സമൂഹത്തിലാകെ മാതൃകയെ കണ്ടവരാണ്. ഏറെ പ്രധാനമാണ് അധ്യാപകരുടെ പ്രവർത്തനവും ശൈലിയും പെരുമാറ്റവും എല്ലാം. അത് കണ്ടാണ് നാം ഓരോരുത്തരും പഠിക്കേണ്ടത്. ആ നിലയിൽ ഏറ്റവും നല്ല മാതൃക അധ്യാപകരായി മാറുവാൻ എല്ലാ അധ്യാപകരും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിദ്യാലയം 2024 പഠനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.